നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തൽക്കാലം ഞങ്ങൾ എന്റെ പിന്നിലുണ്ടെന്ന് ആരോടും പറയണ്ട. ഇല്ലനിരുദ്ധ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോടെ ഭാവിയാ വലുത്. അതിനുവേണ്ടിയാ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. ഇപ്പൊ അവള് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം തുലയ്ക്കാൻ പോകുന്നു. അല്ലെങ്കിൽ തന്നെ സരോഗസി വഴി ഗർഭം ധരിക്കാൻ നിയമപ്രകാരം അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് പാടില്ല. പിന്നിത് എങ്ങനെ സംഭവിച്ചു? ഇതെല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ ചതിച്ചതാ. അവരുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം. എന്റെ മോളെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല അമ്പാലികെ. ഇവിടെ പെൺകുട്ടി പറയുന്നതിനാണ് വാല്യൂ. പിന്നെ ഈ ചെയ്തത് നിയമവിരുദ്ധമായതുകൊണ്ട് നമുക്ക് കളിക്കാൻ റൂട്ടും ഉണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അവളില്ലേ ഭാവന, അവള് വലിയ വായിലെ ന്യായം പറയുന്നവളല്ലേ. ഭാമയെ കൊണ്ട് ഞാൻ കള്ളം പറയിപ്പിച്ചെന്നും പറഞ്ഞ് എന്റെ കരണത്തടിച്ചു. ഇപ്പോ ദൈവമായിട്ടാ ഇങ്ങനെ ഒരു വാർത്ത എന്റെ ചെവിയിൽ എത്തിച്ചത്. ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി നാട്ടിക്കേണ്ട കേസാ ചെയ്യാ. മാനസിയുടെ ഭാവി അത് ബാധിക്കും. അല്ലെങ്കിൽ നമുക്കിതുകൊണ്ടൊരു കളി കളിക്കായിരുന്നു. അതൊന്നും വേണ്ട അനിരുദ്ധ. ഞങ്ങളുടെ മോക്ക് ബുദ്ധിയില്ലാതായി പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടത് നീതിയാണ്. നഷ്ടപരിഹാരവും കിട്ടണം. ആദ്യം അവരെ കുടുംബത്തോടെ പോലീസ് സ്റ്റേഷനിലും ജയിലിലും കയറ്റണം. പിന്നെ അവര് തന്നെ തീരുമാനിച്ചോളും എന്താ വേണ്ടതെന്ന്. എന്തായാലും മാനസ ഒറ്റയ്ക്ക് വിചാരിച്ചാ നടക്കുന്നതല്ലല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അവരൊക്കെ വിചാരിച്ചു കാണും ഞാനും പ്രസീത ഈ നാട്ടിൽ നിന്നേകം പോയി കാണുമെന്ന്. അമ്പാലിയെ രഹസ്യമായിട്ട് ഞങ്ങൾക്ക് വീടെടുത്ത കാര്യമൊന്നും ആർക്കും അറിയില്ല. അതൊന്നും ഇനിയും ആരും അറിയണ്ട അജയ. ഈ വിവരം അജയൻ എങ്ങനെ അറിഞ്ഞു? അത് എന്റെ ഒരു കൂട്ടുകാരിയുടെ മകളാ ആ ഡോക്ടർക്കൊപ്പം ഉണ്ടായിരുന്ന നേഴ്സ്. അവളാ എന്നോട് ഇത് പറഞ്ഞത്. കേട്ടാമേ, സത്യം വരുന്ന വഴിയുണ്ടോ? ഇതാ പറയുന്നത്, നമ്മൾ എന്തൊക്കെ കൊള്ളിക്കാൻ ശ്രമിച്ചാലും കൃത്യമായിട്ടത് പുറത്തു വരുമെന്ന്. ഇവിടെ അതൊന്നും അല്ല ഏട്ടാ സത്യം. പെറ്റമ്മയെ കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാ പ്രസീതയുടെ ചെവി തന്നെ ഇത് ആദ്യം എത്തിയത്. അല്ല, ഇനി ഞങ്ങള് എന്താ ചെയ്യേണ്ട അമ്പാലിക? ഏട്ടാ, ഏട്ടൻ തന്നെ പറ എന്താ ചെയ്യേണ്ടത്. കുറച്ചു ദിവസം അവർ സന്തോഷത്തോടെ ഇരിക്കട്ടേ. എന്നിട്ട് പ്രതീക്ഷിക്കാതെ തന്നെ നമുക്കൊരു തിരിച്ചടി കൊടുക്കാം. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഇനി പുറത്തുനിന്നായിരിക്കും ഞങ്ങൾ കളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടാ വന്നത്. അത് നന്നായി. എന്നാ പിന്നെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ ചെല്ലേ. ശരി അമ്പാലിക, പോവാം. എന്താ നിന്റെ പ്ലാൻ? വരട്ടേട്ടാ, ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് സൂക്ഷിച്ചു വേണം. ഒരു കാരണവശാലും ഭാവനയ്ക്ക് സ്വൈര്യം കൊടുക്കരുത്. ഇനി ഞാനൊരു കളി കളിക്കും പ്രസീതേ. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ വെച്ച് തലമുറ അങ്ങനെ ഉണ്ടാക്കണ്ട. പിന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അജേട്ടാ. എന്തു മനസ്സിലാക്കാൻ? അമ്പാലിക കിട്ടിയ തക്കം മുതലാക്കി ഭാവനയോട് കണക്ക് തീർക്കാനേ നോക്കൂ. ഒടുവില് നമ്മള് വഴിയാധാരാവരുത്. നീ ഒന്ന് സമാധാനപ്പെട് പ്രസീതേ. ഈ അജയം പാലത്തരെ ആരും കളി പഠിപ്പിക്കണ്ട. ഇനി ഞാനിപ്പോ പാവം പോലെ നിക്കുന്നത് കൈ കാശില്ലാത്തോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ആ ജയെ കളി പഠിപ്പിച്ചേനെ. എന്തായാലും നമ്മുടെ മോള് സ്വയം എടുത്ത തീരുമാനമായിരിക്കില്ല. ഉറപ്പായിട്ട് ഇത് ജയ ചെയ്ത ചതി തന്നെയാ. അവിടെ ഈ മോഹമൊന്നും ഇനി നടക്കത്തില്ല പ്രസീതേ. എന്നെ അവക്ക് നന്നായിട്ട് അറിയാം. ഭാവനയെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളെല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പൊ നമ്മളെ വേണ്ടാതായി അല്ലേ? ഇടി, അതുകൊണ്ടാ ഞാൻ അമ്പാലിക്ക് ഒപ്പം ചേർന്ന് ഭാവനക്കിട്ട് പണി കൊടുത്തത്. നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ മോളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ശരിക്കും പേടി തോന്നുന്നേട്ടാ. ഇടി, നീ ധൈര്യമായിട്ടിരിക്കെ. നമ്മുടെ മോടെ ജീവിതം ഇനി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. എങ്ങനെ? അതിനവള് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അവൾ എന്തെങ്കിലും കാണിക്കട്ടെ. എന്ത് കാണിച്ചാലും അവള് നമ്മുടെ മോളല്ലാതാവില്ലല്ലോ.
ആദ്യം അംബാലികയും അനിരുദ്ധനും അവരുടെ തീരുമാനം പറയട്ടെ. നമുക്കിപ്പ വേണ്ടത് കാശും അംഗബലവുമാ. അതുകൊണ്ട് നമുക്ക് അംബാലിയോടൊപ്പം നിന്നേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ എത്ര ധൈര്യം ഉണ്ടായിട്ടാ നമ്മുടെ മോൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തയ്യാറായത്? അവക്കെന്താ ചിന്തിച്ചൂടായിരുന്നോ? എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണൊന്നും അല്ലല്ലോ. അവള് ദുബായിലെ വലിയൊരു കമ്പനിയിൽ വലിയൊരു പോസ്റ്റിൽ ഇരുന്നവളല്ലേ. ഇടി, അറിവ് കൂടുന്നവർക്കാണ് അബദ്ധങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. എന്നാലും നമ്മുടെ മോക്ക് ഇത്രയും ബുദ്ധിയില്ലാതായി പോകുന്ന ആരറിഞ്ഞു? എന്തായാലും ഇത് പോലീസ് കേസിൽ ചെന്ന് അവസാനിക്കും. എന്നാലും വേണ്ടില്ല, നമുക്ക് അവളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാം. എടി, ശരിക്കും ഇത് വനിതാ കമ്മീഷൻ അറിയിക്കേണ്ട കേസാ. എന്തായാലും നമുക്ക് നോക്കാം. ഇതൊരു നടക്കൊന്നും തീരുന്ന കാര്യമല്ല. ആ ചേട്ടൻ നോക്കൂ, ഇത് കേസായാൽ ആദ്യം നമ്മുടെ കാല് പിടിക്കാൻ വരുന്നത് ജയ തന്നെ ആയിരിക്കും. അവള് വരട്ടെ, അപ്പൊ ഞാൻ ആരാണെന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. നമ്മുടെ മോള് പ്രായപൂർത്തിയായ ഒരു പെണ്ണാണല്ലോ. ഇനി അവൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് കോടതി പറയൂ. നീ വെറുതെ ഉള്ള പ്രതീക്ഷയും കൂടെ കളയാതെ പ്രസീതേ. അങ്ങനൊന്നും കോടതി പറയില്ല. ഇതത്ര നിസ്സാര കേസൊന്നും അല്ല. ഒന്നാമത് നമ്മുടെ മോൾ അവിവാഹിത. രണ്ടാമത്തെ കാര്യം, അവള് മാത്രം വിചാരിച്ചാലൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല സരോഗസി വഴിയുള്ള ഗർഭം. ശരിക്കുള്ള നിയമപ്രകാരം മുന്നോട്ട് പോയാലേ കുടുങ്ങുന്ന ആരൊക്കെയാണെന്നറിയാവോ? ജയ, ഡോക്ടർ, സൂര്യ, ഭാവന, പിന്നെ നമ്മുടെ മോള്. നമ്മുടെ മോൾ അവിടെ നിസ്സഹായെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇതൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, നടക്കണം. നടക്കും പ്രസീതേ, ഞാനത് നടത്തും. നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നൊന്നും അവര് കേൾക്കണ്ട. നീ വാ. അല്ലെങ്കിലും ഈ പ്രശ്നത്തിന്റെ പേരിൽ അവസാനം പെടാൻ പോകുന്നത് നമ്മൾ തന്നെ ആയിരിക്കും സൂര്യ. അതിന്റെ മുന്നോടിയായിട്ടാ മാനസയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നത്. ഇതിങ്ങനൊരു വയ്യാവേലിയായി തീരുമെന്ന് ഞാൻ അറിഞ്ഞു. ശരിക്കും നമ്മൾ തന്നെ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത്. ആന്റിയുടെ വാശിയും രഹസ്യമായിട്ടുള്ള നീക്കങ്ങളുമാ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചത്. സത്യം പറഞ്ഞ എന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ആന്റി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. അത്ര വലിയൊരു കുറ്റോ മാനസയെ കൊണ്ട് ആന്റി ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഭാവന. മാനസ് ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറാവില്ല. അല്ലെങ്കിലും ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു സൂര്യ. ഇനി നമുക്ക് വരുന്നത് എന്തും നമ്മൾ നേരിട്ടേ പറ്റൂ. എന്റെ ബലമായ സംശയം അവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ ആന്റി തന്നെ ആയിരിക്കും സൂര്യ സ്വന്തം ഏട്ടനെ വിളിച്ചു വരുത്തിയത്. നീ എന്താ ഭാവന അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും അമ്മ ഇനി അയാൾ ഈ പരിസരത്ത് അടുപ്പിക്കില്ല. അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ പറ്റില്ല സൂര്യ. എത്രയായാലും ആന്റിയുടെ സ്വന്തം ഏട്ടനല്ലേ, മാനസ് അവരുടെ മകളും. അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാ വിവരങ്ങളും ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ അവരറിയുന്നത്? അവർക്കും ബന്ധങ്ങൾ കാണില്ലേ ഭാവന? ഒരുപക്ഷെ നമ്മൾ ആരും അറിയാതെ അവര് നമുക്ക് പിന്നാലെ ഉണ്ടായിരുന്നെങ്കിലോ? എന്തോ സൂര്യ, എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അതെല്ലാം സത്യമാകണമെന്നൊന്നുമില്ല. എന്നാലും ആ സംശയങ്ങളെ ഞാൻ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുമില്ല. ആന്റിയുടെ ഒരൊറ്റ വാശിയുടെ പുറത്ത് ഇപ്പൊ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് നമ്മൾ 3 പേരുമോ? നമ്മളും മാനസയും.